നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. അതിന്റെ ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടി മേയർ വി രാജേഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആയ ശേഷമുള്ള ആദ്യത്തെ ആറ്റുകാൽ പൊങ്കാലയാണ്. മേയറായതിനു ശേഷമുള്ള ആദ്യത്തെ ആറ്റുകാൽ പൊങ്കാലയാണ്. പക്ഷേ ഞങ്ങൾ എല്ലാ ആറ്റുകാൽ പൊങ്കാലയും എല്ലാ തരത്തിലും സഹകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ മേയർ എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ടാണ് പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. ഇത്തവണ കുറച്ച് ഭക്തജന തിരക്ക് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് വന്ന് പൊങ്കാലയിട്ട് പോകാനുള്ള എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത് കുടിവെള്ളത്തിനായിരിക്കും. അത്രയേറെ വെയിലും ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ 60 വാട്ടർ ടാങ്കുകൾ, ശുദ്ധജലം വിതരണം ചെയ്യാനുള്ള വലിയ ടാങ്കുകൾ, ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കുകൾ നഗരത്തിന്റെ പല ഭാഗത്തായിട്ട് ആവശ്യത്തിന് സജ്ജീകരിച്ചിട്ടുണ്ട്. 52 വാർഡുകളിൽ ഒരു വാർഡിന് ഒരു ടാങ്കർ എന്നുള്ള നിലയ്ക്ക് 2000 ലിറ്ററിന്റെയും 5000 ലിറ്ററിന്റെയും 10000 ലിറ്ററിന്റെയും ടാങ്കറുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമായി 8 ടാങ്കറുകൾ വെള്ളം നിറച്ച് നിലവിലുണ്ട്. ഈ ടാങ്കറുകൾ വെള്ളം തീരുമ്പോഴേക്ക് വെൻഡിംഗ് പോയിന്റുകളിൽ പോയി സൗജന്യമായി ശേഖരിക്കാം. അപ്പോൾ ഒരു വാർഡിന് ഒരു ടാങ്കർ കൌൺസിലറുടെയും ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിൽ വിട്ടുകൊടുത്തോടുകൂടി തന്നെ കോർപ്പറേഷൻ ഇടപെട്ട് അക്കാര്യം ചെയ്തതോടുകൂടി തന്നെ ഏറെക്കുറെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ കൺട്രോൾ റൂമിലും കൌൺസിലർമാർക്കും കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് പരിഹരിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നേതൃത്വത്തിലുള്ളവരൊക്കെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. മറ്റൊരു കാര്യം, വലിയ തിരക്കാണ്. അപ്പൊ പോലീസിന്റെ ഒരു സുരക്ഷയും അത് എത്രമാത്രമാണ്? അല്ല, പോലീസ് വളരെ കൃത്യമായിട്ട് ഇതെല്ലാം തന്നെ പോലീസിന്റെ സർവൈലൻസിലാണ് ഈ പ്രദേശമൊക്കെ തന്നെ. CCTV വെച്ച് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ചെയിൻ സ്നാച്ചിങ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസിന്റെ സേവനം കൂടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട് ഭാഗത്തു നിന്നാണ് ഉത്സവ സമയത്ത് ഇത്തരത്തിലുള്ള സ്ത്രീകളൊക്കെ കടന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് വന്ന് അവരുടെ ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ അവസാന ഘട്ടത്തിലാണ്. മേയറുടെ ഒരു സാന്നിധ്യവും ഇന്നും നാളെയായിട്ട് ഇവിടെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇപ്പൊ എന്റെ ആറ്റുകാൽ കൌൺസിലറാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ 10 മണിക്ക് കോർപ്പറേഷൻ ഓഫീസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ മീറ്റിംഗ് ഉണ്ട്. ഞാൻ അവിടേക്ക് പോവുകയാണ്. നാളെ ക്ലീനിങ്ങിന് വേണ്ടി ആരൊക്കെ എവിടെയാണ് നേതൃത്വം കൊടുക്കേണ്ടത്. അപ്പൊ ഞങ്ങൾ അവസാന ക്ലീനിങ് തൊഴിലാളിയും ഫീൽഡിൽ നിന്ന് ക്ലീനിങ് കംപ്ലീറ്റ് ആക്കി പിരിഞ്ഞു പോകുന്നവരെ മേയർ ഉൾപ്പെടെ ഉള്ളവർ ഈ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടാകും. അപ്പൊ ഞങ്ങൾ മേയർ എവിടെ നിൽക്കണം, ഡെപ്യൂട്ടി മേയർ എവിടെ നിൽക്കണം, നേതൃത്വം കൊടുക്കണം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഇപ്പൊ തമ്പാനൂര്, ഈസ്റ്റ് പോർട്ട്, ഇവിടെയൊക്കെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയോ അതുപോലെ തന്നെ അതാ സ്ഥലത്തെ കൌൺസിലറുടെയൊക്കെ നേതൃത്വത്തിലായിരിക്കും ക്ലീനിങ് നടക്കുന്നത്. അവർ അതാ സ്ഥലങ്ങളിൽ അവസാനം വരെ ഉണ്ടാവും. എന്തായാലും തിരുവനന്തപുരം മേയറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. മേയറുടെയും ഒരു നിരീക്ഷണം ഈ ആറ്റുകാൽ ഭാഗത്തുണ്ടാകും, തിരുവനന്തപുരത്ത് ഒട്ടാകെ ഉണ്ടാകുമെന്ന് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.